ധാരാളം പ്രയാസങ്ങളുണ്ടായി ഞങ്ങൾക്ക്. പ്രത്യേകിച്ച് യാത്രയൊക്കെ വലിയ പാടായിരുന്നു. പിന്നെ അവിടുത്തെ താമസമൊക്കെ വളരെ എക്സ്പെൻസീവ് ആവും. പിന്നെ പക്ഷേ പെർമിഷനൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ളൊരു പെർമിഷൻ കൃത്യമായിട്ട് വാങ്ങിച്ചിരുന്നു മിനിസ്ട്രിയിൽ നിന്ന്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പെർമിഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാവില്ല. നമ്മളവിടെ ഇങ്ങനെ ഒരു കടലാസ് ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ലോക്കൽ ഒരാൾക്ക് വരെ ഇടപെടാൻ പറ്റും. അയാൾ പറയും ഈ തെരുവിൻ്റെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതങ്ങനെയല്ല, നമുക്ക് ബഹ്റൈൻ്റെ എൻ്റയർ പെർമിഷനാണ്. അപ്പം ഇത് കാണുമ്പോൾ നമ്മളെ പല സ്ഥലങ്ങളിലും പോലീസ് ഇൻട്രോഗേറ്റ് ചെയ്യുന്നുണ്ട് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ, പലപ്പോഴും തടഞ്ഞിട്ടുണ്ട്. പക്ഷേ വെൻ വി ഷോ ഇതിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് പെർഫെക്റ്റാണ്. നമ്മുടെ അവിടെ അങ്ങനെ റെസ്പെക്റ്റ് കിട്ടില്ല ഒരു ഗവൺമെൻറ് പത്രത്തിന്. കാരണം ഇത് ഫൈനലാണ്, നോ ബഡി ക്യാൻ ക്വസ്റ്റ്യൻ ദിസ്. വേറെ ഇതില്ലെങ്കിൽ നിങ്ങൾ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും അവരകത്താക്കും ചെയ്യും. എന്നോട് അവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഈ ബഹ്റൈനിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഞങ്ങളുടെ ഷൂട്ടിംഗ് കാണാൻ വന്നു. അയാൾ കുറേ ഫോട്ടോഗ്രാഫ്സും സെൽഫിയൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ചെറുപ്പക്കാരനാണ്. ഐ തിങ്ക് പാരീസിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. വളരെ നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാളോട് ഞാൻ കുറേ നേരം സംസാരിച്ചു. ഈ ഫംഗ്ഷൻ കഴിഞ്ഞ്, ഞങ്ങളുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് നമ്മളൊരു ഉപഹാരം കൊടുക്കുക, അങ്ങനെ എന്തൊക്കെ ഉണ്ടായി ഷൂട്ടിങ്ങിനിടയിൽ. നമ്മുടെ യൂണിറ്റ് എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ കൊടുത്തു. അപ്പോൾ ഐ ഹാഡ് സം ടൈം വിത്ത് ഹിം, ഈ ചെറുപ്പക്കാരൻ. അപ്പോൾ ഞാനോട് ചോദിച്ചു, ഈ ഒരു അപ്പാരൻറ്റ് ലാക്ക് ഓഫ് കറപ്ഷൻ ഉണ്ട് പബ്ലിക് ലൈഫിൽ, അതെങ്ങനെ സാധിച്ചെടുക്കുന്നു എന്ന് നമ്മളിങ്ങനെ ചോദിക്കുമല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് കാണുന്ന ചില സംഗതികൾ. അപ്പോൾ അയാൾ അതിന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ അയാൾ ഇങ്ങനെ മിനിസ്റ്റർ, അയാൾക്കൊരു 10 ജനറേഷൻസിന് ജീവിക്കാനുള്ള പണം ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അയാൾക്ക് വേറെ ആവശ്യങ്ങളൊന്നുമില്ല. ഈ ക്യാൻ ഹാപ്പിലി ലീവ്. അയാൾക്ക് അയാളുടെ ജോലി ചെയ്യുക എന്നുള്ളതായിരിക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി ദാറ്റ് സ്റ്റേറ്റ് ഹസ് ഗിവൺ ഹിം, അത് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ ഹൈ ലെവലിലുള്ള കറപ്ഷൻ, പക്ഷേ വളരെ താണ ലെവലിലൊക്കെ കറപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ലോക മനുഷ്യരൊന്നുമല്ല പക്ഷെ നമ്മൾ വ്യക്തമായിട്ട് അറിയുന്ന ചില ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജനറലായിട്ടുള്ള ചില എതിർപ്പുകൾ. ഇപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഈ ക്യാമറ നമ്മൾ വാക്യൂം ഗ്രിപ്പ് വെച്ചിട്ട് കണ്ണാടിയുടെ കാറിൻ്റെ മുമ്പിൽ വെച്ചു. എന്നിട്ട് രാധാകൃഷ്ണൻ ഞാനും നമ്മുടെ 2 അസിസ്റ്റൻസൊക്കെ കൂടെ സുഖമായിട്ട് വണ്ടി ഓടിച്ചു പോയി. നമ്മളറിയാതെ ചെന്ന് പെട്ടത് ഈ പോലീസിൻ്റെ ഒരു മാളത്തിലാണ്. എന്ന് വെച്ചാൽ അവിടെ സൗദി അറേബ്യയിൽ നിന്നും ബഹ്റൈനിൽ നിന്നും വരുന്ന ആളുകളുടെ പേപ്പേഴ്സൊക്കെ ചെക്ക് ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് ഈ ക്യാമറ കണ്ണുമായിട്ട് നമ്മൾ ചെന്നു, പിടിക്കപ്പെട്ടു. ഫസ്റ്റ് ഡേ ബഹ്റൈൻ്റെ ഷൂട്ടിംഗ് അങ്ങനെയായിരുന്നു. നമ്മളോട് ആരും പറഞ്ഞില്ല അവിടെ മാത്രം പോകരുതെന്നായിരുന്നു. അവിടെ പോകണമെങ്കിൽ വളരെ ലേറ്ററായിട്ട് നമ്മൾ ആദ്യം ചെന്നത് അവിടേക്കാണ്. അവിടെ വെറുതെ നടന്നു പോയാൽ നിങ്ങൾ അകത്താവും. അവിടെ ക്യാമറയും കൊണ്ടുപോയാലോ. അപ്പോൾ ഞങ്ങൾ പിടിച്ചൊരു 2-3 മണിക്കൂർ വെയിലത്ത് നിർത്തി. അപ്പം ഞാനൊക്കെ കരുതിയത് മിക്കവാറും പിറ്റേ ദിവസം തലമുട്ടേണ്ടി വരുന്നു. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥ തോന്നി. പക്ഷെ പിന്നീട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ആദ്യത്തെ ദിവസത്തെ ഒരു കേടുപോലെ അങ്ങ് പോയി. പിന്നീട് അങ്ങനെ പോലീസുകാർ വന്ന് തടയുകയോ ഒന്നും ഉണ്ടായില്ല. പോലീസുകാരെ ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമം നടത്തി, അവരെ അഭിനയിപ്പിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞ് പറ്റില്ല. അത് നമ്മുടെ ഒരു മണ്ടൻ PR ഉണ്ടായിരുന്നു, അദ്ദേഹം പോയിട്ട് അവരോട് സമ്മതം ചോദിച്ചു. അപ്പോൾ തെരുവിൽ അവരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നോ ഷൂട്ടിങ് കലാസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു രാധാകൃഷ്ണനോട്. അപ്പോൾ അവരിങ്ങനെ കാണിക്കുന്നത് അത് ആ സിനിമയിലെ ഭാഗമായി. അവർ പറയുന്നത് എന്താണെന്ന് നമ്മൾ ഈ ജോയ് മാത്യു പോലീസിനെ കണ്ട് ഭയപ്പെട്ട് പോകണം. ജോയ് മാത്യു നോക്കുമ്പോൾ ഇയാളിങ്ങനെ കാണിക്കുന്നുണ്ട്, ഒരാൾ ഇവിടെ നിൽക്കാൻ മറ്റേ ആൾ ഓടിപ്പോയി. അങ്ങനെയായി മാറിയത്. അപ്പോൾ അയാൾ അതിനകത്ത് അഭിനയിച്ചു. ഒരു പോലീസുകാരനല്ല, ഞങ്ങൾക്ക് ഒരു പോലീസുകാരൻ്റെ വേണ്ടി, ഇത് 6 പോലീസുകാരുണ്ടായിരുന്നു. അവർ നിരനിരയായിട്ട് നിന്ന് ഈ സെൽഫോണിൽ ആരൊക്കെയോ സംസാരിക്കുന്നു. അവരുടേതായ ഒരു ആക്ടിവിറ്റി നടക്കുമ്പം നമ്മൾ ചെന്ന് അങ്ങ് ഷൂട്ട് ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ഈ സുഹൃത്ത് പോയിട്ട് അവരുടെ പെർമിഷൻ പോയി. അപ്പോൾ അയാൾ പറഞ്ഞ് പറ്റില്ല എന്ന് പറയുന്ന ഭാഗം എടുത്തോളാൻ പറഞ്ഞു രാധാകൃഷ്ണൻ. അതിന് സംശയിച്ചു നിന്നാൽ പിന്നെ നമുക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്ത് താങ്ക്സ് പറഞ്ഞ് പോകുന്നു. അത്തരമുള്ള ചില തമാശകൾ ഒഴികെ വേറെ വലിയ തോതിൽ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ കോപ്പറേഷൻ ഓഫ് മലയാളീസ് ദെയർ ഇമ്മൻസ് ആയിരുന്നു. ചില സമയത്തൊക്കെ എനിക്കും ഫാൾട്ടർ ചെയ്തിട്ടുണ്ട് കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നതിൽ. എപ്പോഴും അങ്ങനെ ഒരു പെർഫെക്റ്റ് ഫോമുല എൻ്റെ കയ്യിലില്ല. ഇത് പലപ്പോഴും ഇപ്പോൾ ഈ ജോയ് മാത്യുവിൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ, ജോയ് മാത്യുവായിട്ട് എനിക്കുള്ള റിലേഷൻഷിപ്പ് ഏതാണ്ട് ഒരു 35 കൊല്ലത്തെ അടുപ്പമുണ്ടാവുന്നുണ്ട്. ലോങ് ബിഫോർ അമ്മ അറിയാൻ. അപ്പം നാടകങ്ങളൊക്കെ കഴിച്ച് നടക്കുന്ന കാലത്ത് തന്നെ എനിക്കറിയാം. ഞാൻ നാടകം കാണാൻ ഇവിടെ പോയിട്ടുണ്ട്, ഞാനും രേവതിയൊക്കെ കൂടെ, ലോങ് ബാക്ക്, കലിഗുള. അപ്പോൾ ആ കാലം മുതൽ അതിനു മുൻപുള്ള ദിവസം മുതൽ കോഴിക്കോട് ചെല്ലുമ്പോൾ പരിചയപ്പെട്ട് അറിയുന്ന ഒരാളാണ് അവൻ.
ആൻഡ് ജോണിൻ്റെ പടത്തിൽ അവൻ അഭിനയിക്കുമ്പോഴും ഓഫ് കോഴ്സ് ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അപ്പോൾ അതൊരു ഓൺഗോയിങ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സംശയമില്ലാണ്ട് ആദ്യം വന്നതാണ്. മനസ്സിലായി. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ജോയ് മാത്യുവിന് ചില ദിവസങ്ങളുടെ പ്രശ്നം വന്നു, നമ്മളെന്തോ മാറ്റുകയൊക്കെ ചെയ്തപ്പോൾ. അപ്പം ഞങ്ങൾ എന്നിട്ട് വേറെ പലരെയും നോക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ അവരാരും പറ്റില്ല എന്ന് പറയണമെന്നായിരുന്നു. കാരണം എനിക്കിപ്പം വേണമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ട് ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. സോ ഐ വെൻറ്റ് ഓൺ. മറ്റു പലരെയും കാണുന്നത് ഭാവേന പലരെയും പോയി കണ്ട് സംസാരിച്ച് അവർക്ക് ഇവരുടെ പല കണ്ടീഷൻസും പറ്റാതെ അവരൊക്കെ പോയി. പക്ഷേ ഫൈനലി വി കെയിം ബാക്ക് ടു ജോയ് മാത്യു. ഏതാണ്ട് 6 മാസം കാത്തിരുന്നതാണ്. ഞങ്ങൾ ഫെബ്രുവരിയിൽ ചെയ്യേണ്ട സിനിമയായിരുന്നത്, ഈ 2015 ഫെബ്രുവരിയിൽ. അപ്പോൾ അത് ചെയ്തത് സെപ്റ്റംബറിലാണ്. അത്രയും ഗ്യാപ്പ് വന്നു. അത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് മുമ്പ് നമ്മൾ തിരക്ക് പിടിച്ച് ഇനി വേറെ ഒരാളൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു ഫീൽ എനിക്ക് കിട്ടില്ലായിരുന്നു. കാരണം ഈ വാസ് വൺ വിത്ത് അവന് താന് സംഭവിച്ച ഒരു എന്താണ് പറയുന്നത്, അതിനൊരു വേഷപ്പകർച്ച എന്ന് പോലും പറയേണ്ട കാര്യമില്ല. ആ വേഷം അവൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലതും അവനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ചില സന്ദർഭങ്ങൾ ഈ സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് അവനറിയാം. അപ്പോൾ അങ്ങനെയുള്ള പല റെഫറൻസിലൂടെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു.